അത്രയ്ക്ക് വലിയ വീട്ടില് നല്ല സൗകര്യത്തിൽ കഴിയുന്നവര് ഈ എണ്ണയൊക്കെ തേക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ തേച്ച നല്ല ഉറക്കം കിട്ടുമെന്നൊക്കെ പറയുന്ന ചുമ്മാതാ. പണ്ട് കാലത്തുള്ളവർ കാശ് മുടക്കി കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാതിരിക്കാനുള്ള ഐഡിയ അത് തന്നെ. ഇപ്പൊ നല്ല ഒന്നാം തരം ഷാമ്പും കണ്ടീഷണറും ഒക്കെ കടയിൽ കിട്ടും. നിങ്ങൾ കൊണ്ടുപോണ്ട, ഞാൻ അറിയാതെ കൊണ്ടുവന്നു പോയതാ. അമ്മ ഇത്രയും സ്നേഹത്തോടെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് വസുമതി? എന്റെ പൊന്നു ദേവാ, ഒന്നും പറയണ്ട. ഇവരുടെ കണ്ണിന് ഇപ്പൊ ഒന്നിനും ഒരു വിലയില്ല. എന്റെ മുത്തശ്ശി, സത്യത്തിൽ ഇപ്പൊ മുത്തശ്ശിയെ പോലുള്ള അമ്മമാരുണ്ടാക്കുന്ന സാധനത്തിനൊക്കെ ഇപ്പൊ വലിയ മാർക്കറ്റാ. മുത്തശ്ശിയെ വെച്ചൊരു ഹെയർ ഓയിൽ ബിസിനസ് തുടങ്ങിയാലോ എന്നാണ് എന്റെ ഒരു പ്ലാൻ. എന്റെ പൊന്നബിയെ, ഈ മുത്തശ്ശിക്ക് ഇനി ഒന്നിനും വയ്യ. അതിന് മുത്തശ്ശി ജോലിയൊന്നും ചെയ്യണ്ട, കൂട്ടു പറഞ്ഞെടുത്താ മതി. ജോലി ചെയ്യാൻ നമുക്ക് സ്റ്റാഫിനെ വെക്കാം. അതെ, അത് മുത്തശ്ശിക്ക് നല്ലൊരു വരുമാന മാർഗം ആവും. എങ്കിൽ നോക്കല്ലേ ദേവാ? അതെ, പഴമയുടെ നന്മ പുതിയ തലമുറ തിരിച്ചറിയുന്നുണ്ടെന്ന് അറിയുന്നത് തന്നെ ഒരു വലിയ സന്തോഷ. നാത്തിന്റെ ഡ്രസ്സുകളൊക്കെ എടുക്കുന്നുണ്ടോ? ഏയ് വേണ്ട, കുറച്ചു മതി. ബാക്കി വേണമെങ്കിൽ വാങ്ങാലോ. എന്റെ മരുമോനൊരു കോടീശ്വരനല്ലേ ഗിരിജെ? അത് ശരിയാ. അല്ല, സത്യത്തിൽ ഇപ്പൊ നീ പോകുന്നത് അഷിതയെ നോക്കാൻ തന്നെയാണോ വസുമതി? അല്ലമ്മേ, അതെന്താ അങ്ങനെ ഒരു ചോദ്യം? അല്ല, എനിക്ക് തോന്നുന്നത് നീ അവിടെ ചെന്ന് നിന്ന അഷിതക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാവുള്ളൂ എന്നാ. അതെന്താമേ, നാത്തൂൻ അത്രയ്ക്ക് പ്രശ്നക്കാരിയാണോ? അതിലെന്താ സംശയം? അമ്മ ഈ കെട്ടും കെട്ടി ഇത്ര ധൃതിയിൽ പോകുന്നതേ അവിടെ ചെന്ന് ദുർഗ ചേച്ചിയോട് വഴക്കുണ്ടാക്കാനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അവളെന്ന് വെച്ചാ ആരാ? നാശം. ദേ അഞ്ജു, വേണ്ട. ദുർഗ നിന്റെ ചേച്ചിയാ, അത് മറക്കണ്ട. അമ്മയും അപ്പച്ചയും കണ്ടല്ലേ ഇവള് പഠിക്കുന്നത്. ദുർഗയെ ശത്രുവായിട്ടല്ലേ വസുമതിയും ഗിരിജയും അഞ്ജുനെ അഷയും പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. മതി മതി, നിർത്ത്. ഈ ദുർഗാപുരാണം കേട്ടെന്റെ ചെവി മരയ്ക്കുന്നു. അയ്യോ, അതെങ്ങനെയാ? എന്റെ അമ്മയ്ക്കും ആങ്ങളയ്ക്കും അവളെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ലല്ലോ. ദേ വസുമതി, ഞാൻ ഒന്നുകൂടെ പറയാ. നീ അവിടെ ചെന്ന് ദുർഗയോട് എന്തെങ്കിലും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി വഴക്കായാൽ അതിന്റെ ടെൻഷൻ അഷിതയെ കൂടി ബാധിക്കും. അത് നീ മറക്കണ്ട. അമ്മയ്ക്ക് അഷിയോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ആ ദുർഗയെ ഇവിടെ കൊണ്ട് നിർത്ത്. അതാകും അഷിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനം. ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻസ് എല്ലാം ഈ ഫയലിലുണ്ട്. ഓ ഓക്കെ. ഡിജിറ്റലി തന്ന ഇതെല്ലാം എവിഡൻസ് ആയി മാറും. അതുകൊണ്ടാ ഇങ്ങനെ തരുന്നേ. ഓക്കെ, ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ. ഇതിന്റെയൊക്കെ ന്യൂസ് വാല്യൂ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം. കൃത്യമായ മുഴുവൻ വിവരങ്ങളും ഇല്ലാതെ ഒരു ന്യൂസ് ആക്കുന്നതിൽ ചില ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ദാറ്റ്സ് അപ് ടു യു. എനിക്കിത് നിങ്ങളെ ഏൽപ്പിക്കണം എന്നുണ്ടായിരുന്നു, ഞാനത് ചെയ്തു. എനിവേ, താങ്ക്സ് ഫോർ കമ്മിങ്. പിന്നെ അധിക സമയം എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. അല്ല, നിങ്ങൾ ആരാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ അതൊന്നും പറയാൻ പറ്റിയ സാഹചര്യമല്ല, പിന്നീട് ഒരിക്കലാവട്ടെ. ഹായ് സഞ്ജയ്. കിരൺ, ഈ നാശം ഇപ്പൊ എവിടുന്ന വന്നത്? എല്ലാം കൊളാവുന്ന ലക്ഷണമുണ്ട്. എന്താ സഞ്ജയ്, നേരത്തെ എത്തിയോ ഇവിടെ? അതെ. ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരുമിച്ച് വരാറുന്നല്ലോ. ഞാൻ തനിച്ചെങ്ങ് പോന്നു.
അല്ലെങ്കിലും ചില സമയം സഞ്ജയ് മറ്റുള്ളവരുടെ ഫീലിങ്സ് അങ്ങ് മറക്കും. സഞ്ജയ് വരുമ്പോ തന്നെ എന്നെ കൂടി വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എത്ര ഹാപ്പി ആയിരുന്നേനെ. ഏയ് എന്താടോ? ഇവളിവിടെ ഉണ്ടായിരുന്നോ? എന്നാലൊരു പണിയുണ്ട്. സഞ്ജയ്, ഒരു 5 മിനിറ്റ്സ്, ഞാൻ ഇപ്പൊ വരാം. ഇത് ഞാൻ നിന്നോടല്ലേ ചോദിക്കേണ്ടത്? എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ പണത്തിനും പ്രതാപത്തിനും യോജിക്കില്ല എന്ന് തോന്നിയപ്പോ സഞ്ജയെ നീ ഉപേക്ഷിച്ചതല്ലേ? പിന്നെ എന്തിനാ നീ വീണ്ടും പുറകെ വരുന്നത്? വെറുതെ അനാവശ്യം പറയരുത്. ഓഹോ, ഞാൻ പറയുന്നതാണ് കുഴപ്പം. നിനക്ക് കാണിക്കല്ലേ? ഇന്ന് നീ ഇവിടെ വന്നത് സഞ്ജയെ കാണാനാണെന്ന് എനിക്കറിയാൻ പൂർണിമ. തര വേണ്ട. ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ നിന്റെ പുറകെ വരുന്നുണ്ടോ? ആ ഒരു റെസ്പെക്ട് എങ്കിലും നിനക്ക് എനിക്ക് തിരിച്ചു തന്നൂടെ? അതാണ് മര്യാദ. മര്യാദയോ? അതും നിന്നോട്? ഒരു കാര്യം നീ മനസ്സിൽ കുറിച്ചിട്ടോ പൂർണിമേ, സഞ്ജയെ ഇനി നിനക്ക് കിട്ടില്ല. സഞ്ജയുടെ മനസ്സിലോ ചിന്തയിലോ നിനക്ക് ഒരു സ്ഥാനവും ഇല്ല. ഉണ്ടാകാൻ ഇനി ഈ താരം സമ്മതിക്കുകയില്ല. അതുകൊണ്ട് സഞ്ജയുടെ പുറകെ നടന്ന സമയം കളയാതെ